മാമിനെ കുറിച്ചൊരു സെൽഫ് ഇൻട്രോ ചെയ്യാമോ? മീൻസ് അറിയാത്ത പ്രേക്ഷകർക്കായിട്ട് ഒന്ന് സെൽഫ് ഇൻട്രോ ചെയ്യാമോ? എൻ്റെ പേര് നൈന. ഞാൻ നാൻസി റാണി എന്ന് പറയുന്ന മൂവിയുടെ വൺ ഓഫ് ദി പ്രൊഡ്യൂസറാണ്. അതിനേക്കാളും ഉപരി എൻ്റെ ഭർത്താവായ ജോസഫ് മനു ജെയിംസ് ആണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് അദ്ദേഹത്തിൻ്റെ ഈ മൂവി ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അദ്ദേഹം ഇന്നില്ല. ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട് അതിനുവേണ്ടി ഒരുപാട് സ്ട്രഗിൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പം ഏപ്രിൽ 18 ഞങ്ങൾ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തേക്കുന്നത്. അന്ന് ആ മൂവി പുറത്തെല്ലാവർക്കും കാണാനായിട്ട്, എല്ലാവർക്കും വിജയിക്കാതിരിക്കാം, എല്ലാവർക്കും വേണ്ടി പക്ഷേ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇതിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരാൾ. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ? മനുവിൻ്റെ ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ ഈ യാത്രയിൽ, മനുവിൻ്റെ ഈ നാൻസി റാണിയുടെ യാത്ര തുടക്കം മുതൽ വിറ്റ്നസ് ചെയ്ത ഒരാളാണ് ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയത് 2020 ഫെബ്രുവരിയിൽ. മാർച്ചിൽ കോവിഡ് വന്നു. അപ്പോൾ മേജർ പ്രൊഡ്യൂസറായിരുന്ന ആൾ ബാക്ക് ഓഫ് ചെയ്തു. അതിനുശേഷം മൂവി തുടങ്ങിയതാണ്. എന്ത് വന്നാലും കംപ്ലീറ്റ് ചെയ്യണം എന്ന് മനുവിന് നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് പ്രൊഡക്ഷനിൽ ഫണ്ട് ചെയ്ത് തുടങ്ങിയത്. ബട്ട് വേറെ ഒന്നിലും ഞാൻ ഇൻവോൾവ് ഒന്നും ആയിരുന്നില്ല. ആഫ്റ്റർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2023 മനു മരിച്ചത്. അതിനുശേഷമാണ് ഫിലിം അപ്പോൾ ഓൾമോസ്റ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത നിലയിലായിരുന്നു. ഷൂട്ടിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിരുന്നു, ബട്ട് നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് മനുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ മൂവി പുറത്തിറങ്ങണം എന്നുള്ളത്. കാരണം ഒരുപാട് ഇഷ്യൂസ്, കോവിഡിൻ്റെ ഇഷ്യൂസും അല്ലാതെയുമൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടാണ് ആ മൂവി ഷൂട്ട് വരെയും കംപ്ലീറ്റ് ചെയ്തത്. അന്നേരം ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇത് നമുക്ക് വന്നു. പക്ഷെ അവിടുന്ന് മനുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായി ഈ സ്വപ്നം ഒന്ന് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അതിനെനിക്ക് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു സ്ട്രഗ്ലിങ് ഫേസാണ്. 2 years അതിനിപ്പോൾ എടുത്തത് എനിക്ക് ആ മൂവി ഒന്ന് തിയേറ്റർ വരെ എത്തിക്കുക എന്നുള്ളത്. ഇത് വിജയിക്കോ ഇല്ലയോ, കാരണം 5 വർഷം മുമ്പുള്ളൊരു ത്രെഡ് അത് ഡെവലപ്പ് ചെയ്ത് ഈ ഷൂട്ട് ചെയ്ത് വെച്ചതും ഇതുമെല്ലാമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഇത് തിയേറ്ററിൽ സക്സസ് ആവുക എന്നുള്ളതിനേക്കാളും എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും വലിയ സ്വപ്നമായത്. അപ്പോൾ മനുവിന് വേണ്ടി എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ മാത്രമല്ല, ഏതൊരു വൈഫാണെങ്കിലും അവരുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഇത് തന്നെയായിരിക്കും മേ ബി സ്റ്റാൻഡ് ചെയ്യുക. ആ സെയിം ഇത് തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ ഇപ്പം. അതുകൊണ്ട് ഇതിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട് സത്യമായിട്ടും. അറ്റ്ലീസ്റ്റ് ആ ആത്മാവൊന്ന് സന്തോഷിക്കുമല്ലോ. ഏത് നിമിഷത്തിലാണ് ഈ പടം ഡ്രോപ്പായി പോകുന്നത്? ഏത് നിമിഷത്തിലാണ് മാമിന് ഈ പടം ഏറ്റെടുക്കേണ്ടി വരുന്നത്? മേജർ പ്രൊഡ്യൂസറായിരുന്ന ഒരു വ്യക്തി അതിൽ നിന്ന് ശരിക്കും ബാക്ക് ഓഫ് ചെയ്തു. കോവിഡ് തുടങ്ങി പുള്ളിയുടെ ബിസിനസ്സിന് എന്തൊക്കെയോ ക്രൈസിസ് വന്നപ്പോൾ. അപ്പോൾ നമ്മൾ തുടങ്ങിയ ഒരു സംഭവം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരിക്കലും നമ്മൾ പാതി വഴിയിൽ വെച്ച് ഇട്ടിട്ട് പോകരുത്. അത് ഞാനാണെങ്കിലും മനുവാണെങ്കിലും നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെ വന്ന ആ ഒരു സെക്കൻഡിൽ ഓക്കെ മനു ടെൻഷൻ വേണ്ട, ഞങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് ഞാനും ഫാമിലിയും എല്ലാവരും മനുവിൻ്റെ ഫ്രണ്ട്സും എല്ലാം കൂടിയുമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് പ്രൊഡക്ഷനിലേക്ക് നമ്മൾ ഫണ്ട് ചെയ്ത് തുടങ്ങിയതും ആ മൂവി വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അതായത് എങ്ങനെയാണ് ഹസ്ബൻഡിൻ്റെ വിയോഗം? അത് മാമിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ? അത് തികച്ചും പേഴ്സണലാണ്. ബുദ്ധിമുട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും. അപ്പോൾ ഇപ്പോൾ ഈ സിനിമ വർഷങ്ങൾക്ക് ശേഷം റിലീസിന് തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഒരുപാടുണ്ട്. പക്ഷെ അതിപ്പോൾ പുറത്ത് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ബെറ്റർ ഞാൻ ഇപ്പോൾ അത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ്. കാരണം മേജർ ഒരു പ്രധാന ക്യാരക്ടർ തന്നെ നമ്മൾക്ക് പ്രൊമോഷനാണെങ്കിലും മാർക്കറ്റിങ്ങിനാണെങ്കിലും എല്ലാം കമ്പാരിറ്റീവ്ലി സഹകരണമില്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം കുറേ സ്ട്രഗിൾസ് അതിൻ്റെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഹാനയെ മാം ഇങ്ങനെ വരണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നോ? പ്രൊമോഷൻസിന് വരണം, പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു, PRO വിളിച്ചിരുന്നു, നമ്മളെല്ലാവരും കോൺടാക്ട് ചെയ്തതാണ്. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ അഹാനയെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാനൊരു 1 year ബാക്ക് നമ്മുടെ സോങ് റിലീസ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ മുമ്പായിട്ടും അതിന് ശേഷവും കറക്റ്റായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടവരായിരിക്കും. ബട്ട് ഒരുപാട് കോൺടാക്ട് ചെയ്തതായിരുന്നു നമ്മൾ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരത്തി ജോയിൻ ചെയ്തിട്ടില്ല. കാരണം ഇന്നത്തെ മലയാള സിനിമയിൽ ഇപ്പോൾ പ്രമുഖ നടിയായിട്ടുള്ള ഈവൻ അനശ്വര രാജനടക്കം ഇതുപോലെ ഒരു സംവിധായകൻ്റെ സിനിമയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആണിപ്പോൾ നാൻസി റാണി എന്നുള്ള സിനിമയിലെ ടൈറ്റിൽ റോളുള്ള അഹാനയും ഇതുപോലെ വിട്ടു നിൽക്കുന്നത്. എഗ്രിമെൻറ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായി പങ്കെടുക്കണം എന്നില്ലേ? അതോ എന്തെങ്കിലും ഫൈനാൻഷ്യൽ സെറ്റിൽമെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ടോ?
ഇല്ല, നമ്മൾ ഫൈനാൻഷ്യൽ സെറ്റിൽമെൻ്റ് എല്ലാം നമ്മുടെ തീർന്നതായിരുന്നു. എഗ്രിമെൻറ്റിലെ സംഭവങ്ങളെല്ലാം ഉള്ളതാണ്. പിന്നെ അവരുടെ പേഴ്സണൽ ഇത് നമ്മൾക്ക് ഇപ്പോൾ അജു ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾക്ക് ഉന്തിക്കയറ്റി വലിച്ചു വെച്ച് അത് മുഴച്ച് നിൽക്കണേക്കാളും നല്ലത് ബെറ്റർ എങ്ങനെയോ അങ്ങനെ തന്നെ പോട്ടെ. ഇല്ലാത്ത നഷ്ടം വരുവാണെങ്കിൽ നമ്മളത് സഹിക്കാം. കാരണം നമ്മൾ നമ്മുടെ മാക്സിമം നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. ഇതിൻ്റെ കൂടുതൽ എങ്ങനെ റിക്വസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അപ്പോളജി ചെയ്യണമെങ്കിൽ അതുവരെയും ചെയ്തിട്ടുള്ളതാണ്. സോ ഇതൊരു ജെൻഡർ ക്വസ്റ്റ്യൻ ആയിട്ട് കാണരുത്, ഞാൻ പൊതുവായിട്ട് ചോദിക്കുകയാണ്. ഒരു വിമൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ളൊരു കുപ്പായം അണിഞ്ഞപ്പോൾ ശരിക്കും അത് ഒരു മെൻ എന്നുള്ളൊരു ജെൻഡറിൽ പെടുന്ന ആൾ ചെയ്യുന്നത്ര ഈസി ആയിട്ട് ഫീൽ ചെയ്തോ, അതോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുത്തലുകൾ വന്നോ? ഇത് ഞാൻ റിയലായിട്ട് ഫേസ് ചെയ്ത സംഭവമാണ്. അത് ഞാൻ പേരെടുത്ത വ്യക്തികളെ ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും നേരത്തെ ഒരിക്കൽ സാൻഡ്ര തോമസ് മാം ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ഞാൻ അന്നത് ലൈവ് ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നതായിരുന്നു. അന്ന് ഞാൻ എൻ്റെ പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പ ഇത് നോക്ക്, ഞാൻ അന്ന് അവിടെ ഇരുന്ന് ഫേസ് ചെയ്തതല്ലേ, ഞാനും എൻ്റെ ഫാദറും ഉണ്ടായിരുന്നു അത് കേട്ടോണ്ടിരുന്നപ്പോൾ. ഞാൻ അന്ന് അവിടെ ലൈവായിട്ടിരുന്നത് ഫേസ് ചെയ്ത സംഭവമല്ലേ പപ്പേ, എന്തെങ്കിലും എനിക്കും അതിനെക്കുറിച്ച് പറയാനൊരു അവസരം വിചാരിക്കല്ലേ പപ്പയെന്ന്. പക്ഷെ ഞാൻ ഇപ്പോൾ അവസരം മുതലാക്കുന്നില്ല. പക്ഷേ അത് വിമൻ മെൻ എന്നുള്ളത് സത്യമായിട്ടും ഒരു ഡിഫറൻസ് ഉള്ളത് തന്നെയാണ്. അത് ആ പവർഫുൾ റാങ്കിങ്ങിൽ ഇരിക്കുന്ന ചില ആളുകൾ തന്നെയാണ് അത് എടുത്ത് കാണിക്കുകയും ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പേര് പറഞ്ഞ് ഞാൻ ആരെയും ഇപ്പോൾ ഒന്നിനും വരുന്നില്ല. അങ്ങനെ അതിൽ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇൻസിഡൻറ്റ് പറയാമോ? വ്യക്തികളുടെ പേര് പറയണ്ട, പക്ഷെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അങ്ങനെ എന്തെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേണം. പറയാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇപ്പോഴല്ല, പിന്നെ ആവട്ടെ. പിന്നെ ഒരു പേര് ആവട്ടെ. മാം, ഇനിയിപ്പോൾ എന്തായാലും നാൻസി റാണി പ്രൊഡക്ഷനിലുണ്ട്. ഇനി ഭാവിയിലും ഇതുപോലെ സിനിമകൾ പ്രതീക്ഷിക്കാമോ? അങ്ങനെ സിനിമകൾ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടോ? ഞാനിവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രൊഡ്യൂസറായ ആളാണ്. അല്ലാതെ പ്രൊഡ്യൂസർ ആവണം, സിനിമ പിടിക്കണം, അതിൽ നിന്ന് കാശുണ്ടാക്കണം എന്ന് വിചാരിച്ച് വന്നയാളല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു 2 വർഷം കൊണ്ട് എനിക്ക് കുറേ എല്ലാം അറിയാം. സപ്പോർട്ട് ചെയ്യുന്ന സഹകരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതല്ലാതെ അതിൻ്റെ നെഗറ്റീവ് സൈഡും ഓൾമോസ്റ്റ് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ അറിയത്തില്ല. ഫ്യൂച്ചറിലെ കാര്യമല്ലേ, മേ ബി ഉണ്ടാകാം, മേ ബി ഉണ്ടാകാതിരിക്കാം. പിന്നെ നാൻസി റാണിയുടെ പോസ്റ്ററിലേക്ക് പ്രത്യേകത മമ്മൂക്കയുടെ ഒരു ചിത്രമാണ്. സിനിമാ മംഗളം എന്നുള്ളൊരു കവർ പേജ് മമ്മൂക്കയുടെയാണ്. അപ്പോൾ നാൻസി റാണി ഒരു മമ്മൂക്ക ഫാനാണെന്ന് തോന്നുന്നുണ്ട് പോസ്റ്റർ കാണുമ്പോൾ. അപ്പോൾ മമ്മൂക്കയോടുള്ള ഒരു ആരാധനയൊക്കെ പ്രകടമാണ്. ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഹസ്ബൻഡ് ഒരു മമ്മൂക്ക ഫാൻ ആയിരുന്നോ? അദ്ദേഹം മമ്മൂക്കയും മോഹൻലാലും എല്ലാവരെയും ഒരേപോലെ തന്നെ നോക്കിയ ഒരാളല്ല, അത് പ്രത്യേകിച്ച് ഒരാളെന്നല്ല. പിന്നെ ഒരു ഇച്ചിരി താല്പര്യം കൂടുതൽ മമ്മൂക്കയോട് എവിടെയോ ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടാണ്. അപ്പം മമ്മൂക്കയുടെ ഒരു ഇൻഫ്ലുവൻസ് ഈ സിനിമയിൽ എത്രത്തോളം ആണെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും റിവീൽ ചെയ്യാവോ? അത് സിനിമ കണ്ട് മനസ്സിലാവുന്നതല്ലേ നല്ലത്. തീർച്ചയായിട്ടും. മൂവി നല്ലൊരു വിജയമാവട്ടെ എന്തായാലും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.